ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ സ്ട്രെസ് ഹോർമോണും മെറ്റബോളിക് റിയാക്ഷനിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസും ഇൻഫ്ലമേറ്ററി കെമിക്കൽസും ഒക്കെ കുട്ടികളുടെ മെമ്മറി പവറിനെ എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സെയിം പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ മെറ്റബോളിക് വേസ്റ്റുകൾ ഈ സ്ട്രെസ് ഹോർമോണൊക്കെ കുട്ടികളുടെ ബിഹേവിയറിനെ എങ്ങനെ ബാധിക്കുമെന്നാണ്. നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, ചില കുട്ടികളൊക്കെ ഒരു ചെറിയ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വസ്തുക്കളൊക്കെ അടിച്ച് പൊട്ടിക്കുക, ചില കുട്ടികൾക്ക് സൂയിസൈഡ് സിംറ്റംസ് കാണിക്കുക, പിന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുക, ഹൈപ്പർ ആക്റ്റീവ് ആവുക, അങ്ങനെ പലതരത്തിലുള്ള ബിഹേവിയർ നമ്മൾ കുട്ടികളിൽ കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ സ്ട്രെസ് ഹോർമോണുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കേട്ടുണ്ടാവും, നമ്മളെ ബോഡി മനസ്സിനെ സന്തോഷിപ്പിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ സ്ട്രെസ് ഇല്ലാതെ ഹാപ്പി ആക്കി നിർത്തുന്ന ഓക്സിറ്റോസിനെ കുറിച്ചും സെറട്ടോണിനെ കുറിച്ചും ഡോപ്പമിനെ കുറിച്ചും ഒക്കെ ഞാൻ വളരെ വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ സെറട്ടോൺ എന്ന് പറയുന്ന ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഇമോഷണൽ കൺട്രോൾ, നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും വികാരങ്ങളും സങ്കടങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഡോപ്പമിൻ നമുക്കൊരു മോട്ടിവേറ്റിംഗ്, ഒരു റിവാർഡിങ് ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരാൾ നല്ല രീതിയിൽ മദ്യപിക്കുന്നുണ്ട്. ആ സമയത്ത് അയാളുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് സെറട്ടോണിനും ഡോപ്പമിനും റിലീസ് ചെയ്യപ്പെടുമ്പം അയാൾക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എന്താ പറയുക, ആത്മസംതൃപ്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതും ഇമോഷണൽ കൺട്രോൾ ഒക്കെ അദ്ദേഹത്തിന് കിട്ടും. അയാൾക്ക് എല്ലാ വിഷമങ്ങളിൽ നിന്നും മറന്ന് അദ്ദേഹം സന്തോഷം ജീവിക്കും. പക്ഷെ കുറേ ദിവസം വീണ്ടും അദ്ദേഹം അതേ മദ്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഡോപ്പമിനും സെറട്ടോണും എന്ത് ചെയ്യുന്നു, വീണ്ടും അളവ് കുറയുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹം അല്പം കൂടെ മദ്യത്തിൻ്റെ അളവ് കൂട്ടും. അപ്പം വീണ്ടും അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഡോപ്പമിനും സെറട്ടോണിനും റിലീസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആ പഴയ സന്തോഷം കിട്ടും. കുറേ ദിവസം അത് ഉപയോഗിക്കുമ്പം വീണ്ടും എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റേഷൻ്റെ അളവ് കുറയും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതായത് മദ്യത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു, കൂട്ടി വരുന്നു. ഇതുകൊണ്ടാണ് മദ്യപിക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക, മദ്യത്തിൻ്റെ അളവ് ഒരിക്കലും കുറയ്ക്കാൻ കഴിയില്ല, അവർ കൂട്ടി പോകാൻ കാരണം ഈ റീസണാണ്. കാരണം ഈ പറഞ്ഞ ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമാണ് അവർക്ക് ഫീൽ ചെയ്യപ്പെടുക. കാരണം ഒരു റിവാർഡിങ്, മോട്ടിവേറ്റിംഗ്, നമ്മളെ എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്മിറ്റേഴ്സ് ആണ്. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്പോർട്സ് ആണ് ലഹരി. കാരണം സ്പോർട്സ് ചെയ്യുമ്പം ഡോപ്പമിനെ റിലീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തി അതിലേക്ക് കുട്ടികളെ തിരിക്കുക, അതാണ് ആ കൺസെപ്റ്റ്. പക്ഷെ നമുക്ക് ഒരു ബാലൻസ്ഡ്, അതായത് സ്പോർട്സ്, സ്റ്റഡീസ്, ആർട്സ്, മറ്റ് പലതരത്തിലുള്ള ആക്ടിവിറ്റികൾ, ഇവയെല്ലാം ചെയ്യുമ്പം അതിലെല്ലാം നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു സിംഗിൾ ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ എല്ലാ ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും, നമുക്കൊരു സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ മദ്യപിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാറുണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അവർ മദ്യത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ എന്ത് പറ്റും, ഈ പറഞ്ഞ അവരെ സന്തോഷിപ്പിച്ച് നിർത്തിയിരുന്ന സെറട്ടോണിൻ്റെയും ഡോപ്പമിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്യും. ഈ സമയത്ത് നമ്മുടെ തലച്ചോറിൽ മറ്റൊരു ഭാഗമുണ്ട്, അമിഗ്ഡാല. ആ അവയം എന്ത് ചെയ്യും, ഹൈലായിട്ട് അങ്ങ് ആക്റ്റീവ് ചെയ്യും. ആക്റ്റീവ് ആവുന്ന സമയത്ത് ഒരു പ്രശ്നം വെച്ചാൽ നമ്മുടെ പഴയ നെഗറ്റീവ് ഫോഴ്സസ്, അതായത് നെഗറ്റീവ് മെമ്മറീസ്, പണ്ട് ഒരു 5 വർഷം മുമ്പ് ഒരാൾ എന്നെ അടിയെന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പണ്ട് എന്നെ ഒരാൾ പറ്റിച്ചു പോയായിരുന്നു, അങ്ങനെ പഴയ നെഗറ്റീവ് മെമ്മറീസ് എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഈ പറഞ്ഞ അമിഗ്ഡാലയിലാണ്. അതുപോലെ തന്നെ ഒരു ഫിയർ സെന്റർ എന്നറിയപ്പെടുന്നതും ഈ പറഞ്ഞ അമിഗ്ഡാലയാണ്. നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാം, പെട്ടെന്നുണ്ടാകുന്ന വികാരം നമുക്ക് എക്സ്പ്രസ് ചെയ്യുക, അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവയവം കൂടിയാണ് എന്തെന്നു, അമിഗ്ഡാല എന്ന് പറയാം. അപ്പോൾ ഈ ഡോപ്പമിനും സെറട്ടോണിൻ്റെ അളവ് കുറയുമ്പം ഈ അമിഗ്ഡാല എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവും. ഈ സമയത്ത് നമ്മുടെ ബോഡിക്കകത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, ബോഡി ടെമ്പറേച്ചർ കൂടുന്നു, എല്ലാ തരത്തിലുള്ള എക്സ്പ്രഷൻസ് നിന്നും വരുന്നു. ഈ സമയത്താണ് മദ്യപിക്കുന്ന ആൾക്കാർ കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കുക, ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുക, പണ്ട് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അയാളോട് അപ്പം തന്നെ പ്രതികാരം വീട്ടണം ചിന്തിക്കുക. ഇതെല്ലാം നമ്മെ ചെയ്യിപ്പിക്കുന്ന ആരാണ്, ഈ അമിഗ്ഡാലയാണ്. നമ്മുടെ ഇന്നത്തെ കുട്ടികൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ വന്ന് തിരിച്ചു വീണ സമയത്ത് അമ്മ നാച്ചുറൽ ഫുഡുകൾ കൊടുക്കുന്നു, കുട്ടികളോടൊപ്പം പോയി കളിക്കുന്നു, മറ്റുള്ള കുട്ടികളുടെ സൗഹൃദം കൂടുന്നു. അവർക്ക് സ്ട്രെസ് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഈ ഫ്രീ റാഡിക്കൽസ് ഒന്നും ബോൾ അത്രമാത്രം അറ്റാക്ക് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഇന്ന് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളെ പോയി കളിക്കാനും മടിയാണ്, വീട്ടിൽ വന്നിരുന്നാൽ മൊബൈൽ ഫോൺ അധികമായി ഉപയോഗിക്കുന്നു. അമ്മമാരൊക്കെ നേരെ കൊണ്ട് റെസ്റ്റോറൻറ്റിൽ കൊണ്ട് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡ്സും വാങ്ങിച്ച് കഴിക്കുന്നു. നമുക്കറിയാലോ, ജങ്ക് ഫുഡ്സ് എന്ന് പറയുമ്പം അതിൻ്റെ
എനർജി കണ്ടന്റ് വളരെ കൂടുതലാണ്, പക്ഷെ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ, വൈറ്റമിൻ, മിനറൽസ് പോലുള്ള വസ്തുക്കൾ വളരെ കുറവാണ്. അത് ഹൈ പ്രോസസ്ഡ് ഫാറ്റും ഷുഗറും സാൾട്ടും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഫ്രീ റാഡിക്കൽസ് ഭയങ്കരമായിട്ട് ഉയർത്തും. അപ്പോൾ ഇതേപോലുള്ള ആഹാരമൊക്കെ നമ്മൾ കുട്ടികൾ കഴിക്കുകയും രാത്രി ഉറങ്ങാതിരുന്ന മൊബൈൽ ഫോണും ടി വി ഒക്കെ കാണുകയൊക്കെ ചെയ്യുമ്പം അവരുടെ ബോഡിക്കകത്ത് സ്ട്രെസ് ഹോർമോണും ഈ ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പോൾ എന്ത് പറ്റും? ഡോപ്പമിനും സെറട്ടോൺ പോലുള്ള ഹാപ്പി ഹോർമോൺ ഭയങ്കരമായിട്ട് താഴുകയും ഈ അമിഗ്ഡാല ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾക്ക് പഠിക്കുമ്പോൾ പെട്ടെന്ന് കുട്ടികൾ മറന്നു പോകാനുള്ള കാരണവും കുട്ടികൾ പെട്ടെന്ന് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാനും ഒരു കാര്യത്തിനോട് വളരെ ക്രിയാത്മകമായിട്ട് ചിന്തിച്ച് വളരെ ഹാപ്പി മൈൻഡിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാതെ വളരെ ഇമോഷണലായിട്ട് കുട്ടികൾ ബിഹേവ് ചെയ്യാനൊക്കെ ഒരു കാരണം ഈ ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുക? ഒരു സന്തോഷമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ഈ പറഞ്ഞ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ കൂടെ സന്തോഷം കണ്ടെത്തി അതിൽ കൂടെ എന്ത് ചെയ്യുക? കുട്ടികൾ എന്ത് ചെയ്യുക? നമ്മൾ വളർത്തുക. ഇവിടെയും എനിക്കൊരു സിമ്പിൾ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട് അമേരിക്കയിൽ ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവാണ്. തൊട്ടടുത്ത് നിന്ന് കുട്ടികളെ അടിക്കുക, ഇടിക്കുക, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക. അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടി പഠിച്ച സ്കൂളിലെ HM ആ കുട്ടിയുടെ അമ്മയായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ഈ പാരൻസും ടീച്ചേഴ്സൊക്കെ കംപ്ലൈൻറ്റ് ഒരാളെ ക്യൂ ആണ്. അങ്ങനെ ആ അമ്മയ്ക്ക് ആ കൊച്ചു കുട്ടിയെക്കുറിച്ചുള്ള പരാതികൾ കേട്ട് കേട്ട് മടുത്തു. ആ കൊച്ചുകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് സിൻഡ്രം എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് വയലൻ്റ് ആവുക, ദേഷ്യപ്പെടുക, അങ്ങനത്തെ ക്യാരക്ടറൊക്കെ. അങ്ങനെ അമ്മ മനസ്സിലാക്കി ആ കുട്ടി നമ്മളെ കേരള ഗവൺമെൻറ് ആ ഒരു തത്വം സ്പോർട്സ് ആണ് ലഹരി എന്ന് പറയും പോലെ ഏതെങ്കിലും നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ എൻ്റെ മോനെ എന്തെങ്കിലും മാറ്റമുണ്ടാകും എന്ന് അമ്മ വിചാരിക്കുകയാണ്. പക്ഷെ നോക്കിയപ്പോൾ സ്വിമ്മിങ്ങിൽ വളരെ കുട്ടികളൊക്കെ ലൈനായിട്ട് പോകുന്നു, ലൈനായിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? നേരെ സ്വിമ്മിംഗ് പൂളിൽ ആ കുട്ടിയെ പഠിക്കാൻ വിടുകയാണ്. ആ 7 വയസ്സായ കൊച്ചുകുട്ടിയെ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടും കുട്ടിയുടെ ബിഹേവിയറൊന്നും മാറ്റമില്ല. കുട്ടികളെ അടിക്കുക, ബോളൊക്കെ തട്ടി വെള്ളത്തിടുക, വെള്ളത്തിൽ പിടിച്ച് കുട്ടികളെ തള്ളിയിടുക, ഒരു വല്ലാത്തൊരു ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയർ. പക്ഷെ ഡേ ബൈ ഡേ ആ കുട്ടിയിൽ ഒരു ബിഹേവിയർ ചേഞ്ച് വന്നു. ആ പറഞ്ഞ നീന്തൽ ആ കുട്ടിക്കൊരു ലഹരിയായി മാറപ്പെടുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി എന്താണ്? അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവസാനം തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ മറ്റു കുട്ടികൾ പ്രാക്ടീസ് ചെയ്തിട്ട് ശനി ഞായറും റെസ്റ്റ് കൊടുത്താലും ഈ കുട്ടി വീണ്ടും ശനി ഞായറും വന്ന് എന്ത് ചെയ്യുന്നു? പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. കാരണം മറ്റു കുട്ടികളുടെ മുന്നിൽ എനിക്ക് പ്രൂവ് ചെയ്യണം, ഞാനൊരു നല്ല നീന്തൽക്കാരനാണ് തെളിയിക്കണം. ആ കുട്ടിയുടെ ഹൈപ്പർ ആക്ടിവിറ്റി മാറി നീന്തൽ താരമാകണം എന്നൊരു ബിഹേവിയർ ചേഞ്ച് ഈ സ്വിമ്മിങ് എന്നൊരു ആക്ടിവിറ്റി ആ കുട്ടിയിൽ കൊണ്ടുവന്നു. അങ്ങനെ ആ കുട്ടി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അവസാനം 10 വയസ്സായപ്പോൾ ആ കുട്ടി അമേരിക്കയിലെ ആ 10 വയസ്സ് കാറ്റഗറിയിലെ ദേശീയ ചാമ്പ്യനായി മാറുകയാണ്. 15-ാമത്തെ വയസ്സിൽ അമേരിക്കൻ ടീമിൽ കിട്ടുന്നു. 19-ാമത്തെ വയസ്സിൽ ഒളിമ്പിക്സിൽ പോയി ഏതൻസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് 6 ഗോൾഡ് മെഡൽ നേടുന്നു. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ 8 ഗോൾഡ് മെഡലും, 2012 4 ഗോൾഡ് മെഡലും, അവസാനം 2016 ഒളിമ്പിക്സിൽ 5 ഗോൾഡ് മെഡലുമായി മാറിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മൈക്കൽ ഫെൽപ്സ്. ഈ മൈക്കൽ ഫെൽപ്സിന്റെ ഈ ലൈഫിലെ ഈ ബിഹേവിയറിനെ അദ്ദേഹം ഒരു സ്പോർട്സ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ കൂടെ അദ്ദേഹം ചേഞ്ച് ചെയ്ത് അദ്ദേഹത്തിന്റെ ലൈഫിനെ തന്നെ അദ്ദേഹം മാറ്റി. 2008 അദ്ദേഹം 8 സ്വർണ്ണം നേടുമ്പോൾ അദ്ദേഹം തകർത്തത് ഒരു ഒളിമ്പിക്സിൽ 7 ഗോൾഡ് മെഡൽ നേടിയ അമേരിക്കയുടെ തന്നെ മാർക്ക് സ്പിറ്റ്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ ലോക റെക്കോർഡാണ്. എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ ആലോചിച്ചാൽ ഞാൻ പറയും സ്പോർട്സ് ഫീൽഡിൽ ഈ മാർക്ക് സ്പിറ്റ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം 22-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് 7 ഒളിമ്പിക്സ് മെഡൽ നേടിയപ്പോൾ അദ്ദേഹം ഒളിമ്പിക്സിൽ നിന്ന് സ്പോർട്സിൽ നിന്ന് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു. എന്തിനു വേണ്ടിയാണ്? ഈ മോഡലിങ്ങും അമച്ചർ സ്പോർട്സിലേക്ക് മാറി മോഡലിംഗ് വഴിയും മറ്റുള്ള മാർഗങ്ങളിൽ കൂടെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി. ചില സമയങ്ങളിൽ നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, അതൊക്കെ നമ്മുടെ ലൈഫിനെ വളരെയധികം ബാധിക്കുന്നു. അദ്ദേഹത്തിന്റെ പീക്ക് ടൈമിലാണ് അദ്ദേഹം ഒളിമ്പിക്സിൽ നിന്ന് വിരമിച്ചു പോയത്. ഇനി 2016 മൈക്കൽ ഫെൽപ്സ് പരാജയപ്പെടുത്തിയ അന്ന് അദ്ദേഹത്തിന് 5 ഗോൾഡ് മെഡലും 1 വെള്ളി നേടി. അന്ന് അദ്ദേഹം തോൽപ്പിച്ചത് സിംഗപ്പൂരിന് വേണ്ടി ആദ്യമായി മെഡൽ നേടുന്ന ജോസഫ് സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഒരു യുവ നീന്തൽ താരമാണ്. പണ്ടൊരിക്കൽ അമേരിക്ക ഈ ജോസഫ് സ്കൂളിംഗ് മൈക്കൽ ഫെൽപ്സിനെ കാണുന്ന സമയത്ത് ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടി ക്യൂ നിന്നു. അങ്ങനെ അവസാനം ക്യൂ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് കിട്ടി. അവസാനം അദ്ദേഹത്തിന്റെ ഓട്ടോഗ്രാഫ് വാങ്ങിയ ശേഷം അദ്ദേഹം എന്നും ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് മൈക്കൽ ഫെൽപ്സുമായി മത്സരിക്കണമെന്ന്. അങ്ങനെ മൈക്കൽ ഫെൽപ്സിന്റെ അവസാന ഒളിമ്പിക്സിൽ ആ മൈക്കൽ ഫെൽപ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജോസഫ് സ്കൂളിംഗ് എന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ നമ്മൾക്ക് മനസ്സിൽ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാക്കുക, ഡ്രീം സെറ്റ് ചെയ്യുക, അതിനെ പിന്തുടരുക,
അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അതിലേക്ക് എത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. ഇപ്പം എൻ്റെ ക്ലാസ്മേറ്റ് ശ്രീജേഷ്, അദ്ദേഹം ഒരു ഒളിമ്പിക്സ് മെഡലിന് വേണ്ടി മോർ ദാൻ 20 ഇയേഴ്സ് അദ്ദേഹം വേർപ്പൊഴുക്കേണ്ടി വന്നു. അപ്പോൾ ഒരിക്കലും ഒരു റിസൾട്ട് ഇന്നോ നാളെയോ നമ്മുടെ കൈ കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, പലതരത്തിലുള്ള ആക്ടിവിറ്റികളിൽ കൂടെ സന്തോഷം കണ്ടെത്തുക, ഏതെങ്കിലും തെറ്റായിട്ടുള്ള മാർഗങ്ങളിൽ കൂടെ പോകാതെ എന്ത് ചെയ്യുക, സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, കുട്ടികളെ വളർത്താൻ നമ്മൾ ശ്രമിക്കുക. കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ 10ാം ക്ലാസ്സിൽ 10 A+, ഒരു 9 A+, ഒരു B ഗ്രേഡും വാങ്ങിച്ചു വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ വന്നിട്ട്, നിനക്ക് അല്പം കൂടെ പഠിച്ചെങ്കിൽ 10 A+ കിട്ടില്ലായിരുന്നോ, കുറച്ചുകൂടെ പഠിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയ 9 A+നെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയും ആ ഒരു B ഗ്രേഡിൽ പിടിച്ച് നമ്മൾ അവനെ കുറ്റപ്പെടുത്തുകയാണ്. ആ കുട്ടിയിലുണ്ടാക്കുന്ന സ്ട്രെസ് എത്രമാത്രം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പകരം നീ ഇത്രയും കഷ്ടപ്പെട്ട് 9 ഗ്രേഡ് വാങ്ങിച്ചു, അത് മതി മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചാൽ ആ കുട്ടിയിൽ നിന്നും അതിയായ സന്തോഷം ക്രിയേറ്റ് ചെയ്യും. സോ കുട്ടികൾ എന്ത് ചെയ്യുക, എപ്പോഴും സന്തോഷമുള്ള നിമിഷങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അവർ ചിരിക്കട്ടെ, ലെറ്റ് ദം ഗോ ടു ദ നേച്ചർ ആൻഡ് ലേൺ ഫ്രം ദ കോൺസിക്വൻസ് ഓഫ് നേച്ചർ. പ്രകൃതിയിലേക്ക് പോട്ടെ, അവിടെ നിന്നുള്ള അനന്തരഫലങ്ങളിൽ നിന്ന് എന്തിട്ട് അവർ പഠിക്കട്ടെ. സോ നമ്മുടെ കുട്ടികൾ ഹാപ്പി ആയിരിക്കട്ടെ. താങ്ക് യു.